ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ എല്ലാവർക്കും മറ്റൊരു വീഡിയോയിട്ട് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് ഒരു വ്യത്യസ്തമായിട്ടൊരു സംഭവത്തെ കുറിച്ചിട്ടാണ്. ഓക്കെ, അപ്പോൾ ഇത് ലോഞ്ച് ചെയ്തത് ഒരു അടിപൊളി മൈനിങ് പ്രോജക്റ്റാണ്. ഓക്കെ, എല്ലാവർക്കും ഒരുപാട് പേർക്കും മൈനിങ് ഇഷ്ടമാണ്. നമ്മളിപ്പോൾ തന്നെ നല്ല ട്രെൻഡിങ് ആയിട്ടുള്ള പൈ പൈ എങ്ങനെയാണ് ഇപ്പോൾ അതുപോലെ ഒരു പ്രൊജക്റ്റാണ്. ഓക്കെ, അതിനേക്കാളും കുറച്ചും കൂടി അടിപൊളിയായിട്ടുള്ള പ്രൊജക്റ്റാണ്. ഇതെന്താ വെച്ചാൽ മെറ്റാവേഴ്സ് വേൾഡ് തന്നെ വേൾഡ് വൈഡ് തന്നെ ഫസ്റ്റ് ആയിട്ടുള്ളൊരു മെറ്റാവേഴ്സ് മൈനിങ് പ്രോജക്റ്റ് എന്ന് വേണമെന്നൊക്കെ പറയാം. ഈ ഗോൾഡ് എന്ന് പറയും. ഓക്കെ, പ്രോജക്റ്റിൻ്റെ പേരാണ് ഈ ഗോൾഡ്. ഓക്കെ, അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസിലേക്ക് ഫുള്ളായിട്ട് പോകാം. അപ്പോൾ അതിന് മുമ്പ് നിങ്ങൾ ആദ്യമായിട്ടാണ് നമ്മളെ ചാനൽ കാണുന്നതെന്നുണ്ടെങ്കിൽ അതിന് മുമ്പ് എന്ത് ചെയ്യുക, നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക. അതിന് തൊട്ട് അടുത്തുള്ള ബെല്ലൈക്കോൺ എന്ത് ചെയ്യുക എന്ന് ഞാൻ എനേബിൾ ചെയ്യാം. ഓക്കെ, അപ്പോൾ നമ്മുടെ വീഡിയോയുടെ സ്റ്റാർട്ടിങ് നമ്മൾ കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ലിങ്ക് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾ നേരെ ചെല്ലുന്നത് ഇങ്ങനെ ഒരു ഇൻ്റർഫേസിലേക്കാണ്. ഓക്കെ, നിങ്ങൾ എൻ്റർ ചെയ്യേണ്ട കാര്യങ്ങൾക്ക് ഞാൻ പിന്നെ പറഞ്ഞു തരാം എന്തൊക്കെ ചെയ്യേണ്ടത് പറഞ്ഞാൽ. അതിന് മുമ്പ് നിങ്ങൾ എന്താണ് ഈ പ്രൊജക്റ്റ്, അതിനെക്കുറിച്ച് ഫുൾ ഡീറ്റെയിൽസ് ഞാൻ പറഞ്ഞു തരാം. എന്തൊക്കെയാണ് നിങ്ങൾ ചെയ്യേണ്ടത്, എങ്ങനെയൊക്കെയാണ് അത് വർക്ക് ചെയ്യുന്നത്, അങ്ങനെ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു തരാം. ഓക്കെ, അത് നമ്മൾ എന്ത് ചെയ്യുക, അപ്പോൾ കുറച്ച് കാര്യങ്ങൾ. ഓക്കെ, ഇതിൽ ആദ്യം ഇതിനുണ്ടോ വേൾഡ്സ് ഫസ്റ്റ് മൈനിങ് എക്കോസിസ്റ്റം ബിൽഡ് ഇൻ ഓൺ ദ മെറ്റാവേഴ്സിൽ ബിൽഡ് ചെയ്യുന്നത് ഫസ്റ്റത്തെ മൈനിങ് എക്കോസിസ്റ്റമാണ് എന്ത്, ഈ ഗോൾഡ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ അതിൻ്റെ ഈ ഗോൾഡ് മെറ്റാവേഴ്സ് മൈനർ ഇങ്ങനെ ഒരു ഇതുണ്ട്. ഓക്കെ, അപ്പോൾ ഈ മെറ്റാവേഴ്സ് ഒരു മൈനർ ആണെന്നുണ്ടെങ്കിൽ ഇതിന് ഒരു 4 ഘട്ടമുണ്ട്. ഓക്കെ, G1, G2, G3, G4. ഓക്കെ, ഇത് സംഭവം എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മൾ സിമ്പിളായിട്ട് പറയാം. നമ്മൾ മൈൻ ചെയ്യുന്ന സമയത്ത് പവർ ഇൻക്രീസ് ചെയ്യുമല്ലേ, ഇന്ന പേഴ്സ് ഇത്ര ശതമാനം ഇത്ര ടൈം എന്നൊക്കെ, അതിൻ്റെ പവറാണ് ഇതിൽ കാണിക്കുന്നത്. ഓക്കെ, അപ്പോൾ സംഭവം ഇത്രേ ഉള്ളൂ. G1 ആണെന്നുണ്ടെങ്കിൽ 20 മെറ്റാഹാഷ് പവറാണ്. G2 ആണെങ്കിൽ 100 മെറ്റാഹാഷ് പവറാണ്. G3 ആണെങ്കിൽ 500 മെറ്റാഹാഷ് പവറാണ്. G4 ആണെങ്കിൽ 2500 ആണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, ഇതിലേതെങ്കിലും 4 ഈ ഗോൾഡ് മൈനേഴ്സിൽ നിന്നും ഏതെങ്കിലും ഒന്ന് നമ്മൾ എന്ത് ചെയ്യണം, പർച്ചേസ് ചെയ്യണം. ഓക്കെ, അപ്പോൾ ഈ ഗോൾഡ് 1-ന് എന്താ വാല്യൂ, ഗെറ്റ് 1 എന്നുള്ള കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ എത്രയാണ് അതിൻ്റെ വാല്യൂ, അതിനെ കുറച്ച് കാര്യങ്ങൾക്ക് ഞാൻ പറഞ്ഞുതരാം. ഓക്കെ, അപ്പോൾ അതിൻ്റെ താഴത്തേക്ക് ഇനി കാണിച്ചു തരാം. ഈ ഗോൾഡ് സ്റ്റാറ്റിക്സ്, അതിൻ്റെ ജോയിൻ പ്ലാറ്റ്ഫോം. ഓക്കെ, അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളുണ്ട്. ഓക്കെ, അവരുടെ ടെലഗ്രാം ഗ്രൂപ്പ്, എല്ലാ കാര്യങ്ങളും ഇതിൽ കൊടുത്ത് നിങ്ങളെന്ത് ചെയ്യുക, നിങ്ങളുടേതായിട്ടുള്ളൊരു സ്റ്റഡി നിങ്ങൾ നടത്തേണ്ടതുണ്ട്. അവരുടെ ട്വിറ്റർ അക്കൗണ്ട്, യൂട്യൂബ്, ടെലഗ്രാം, അങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ. ഈ ഗോൾഡിൻ്റെ അതിൻ്റെ എന്താണ് കോൺടാക്റ്റ് അഡ്രസ്സ് അവിടെ കൊടുത്തിട്ടുണ്ട്. അങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ അവിടെ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ഇനി നമുക്ക് അവരുടെ റോഡ് മാപ്പ് നോക്കാം. എന്താണ് അവരുടെ റോഡ് മാപ്പ്? ഓക്കെ, അപ്പോൾ അവിടെ എന്താണ് ജസ്റ്റ് ലേൺ മോർ എന്നുള്ള കൊടുക്കാം. ലേൺ മോറിൽ ഇങ്ങനെ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ അതിൽ പറയുന്നത് പ്രൊജക്റ്റ് റോഡ് മാപ്പ് നോക്കാം. പ്രൊജക്റ്റ് റോഡ് മാപ്പിൽ പറഞ്ഞിട്ടുള്ളത് സിമ്പിളായിട്ട് പ്രൊജക്റ്റ് റോഡ് മാപ്പിൽ ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത് ഓഗസ്റ്റിലാണ് അല്ലേ. ഓഗസ്റ്റിലാണ് ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത്. ഓക്കെ, ഏകദേശം 8-ാം മാസം അല്ലേ. 8-ാം മാസം നിൽക്കുമ്പോൾ അവിടെ 27/8/2022. ഓക്കെ, നിങ്ങൾ കാണാം 17/8/2022 ഈ ഗോൾഡ് മൈനിങ് ആക്ടിവേറ്റ് ചെയ്ത്, ഈ മൈനിങ് ആക്ടിവേറ്റ് ചെയ്തത് 17-ാം തീയതിയാണ്. ഓക്കെ, മീൻസ് ഇന്നാണ് എന്ത് ചെയ്യുന്നത്, കറക്റ്റ് അതിൻ്റെ മൈനിങ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇനി അതിൻ്റെ മൈനിങ് മെറ്റാവേഴ്സ് V1 27th ഇറങ്ങുന്നുണ്ട്. ഒരു 10 days കഴിഞ്ഞതിന് ശേഷം ഇറങ്ങുന്നുണ്ട്. ഓക്കെ, ഈ ഗോൾഡ് ട്രേഡിങ്, പിന്നെ അത് ഈ ഗോൾഡ്. അപ്പോൾ നമ്മളിതിൽ പർച്ചേസ് ചെയ്ത സംഭവം നമ്മൾ മൈൻ ചെയ്യുന്നത് ഈ ഗോൾഡ് എന്ന് പറയുന്ന കോയിനാണ്. മീൻസ് കോയിനാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, മൈൻ ചെയ്യുന്നത്. ഓക്കെ, ഇത് മൈൻ ചെയ്ത് അത്യാവശ്യം നല്ലൊരു എമൗണ്ട് ആയിരിക്കും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അത് സെല് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കുകയെന്ന് വെച്ചാൽ അത് എന്നാണ് സെല് ചെയ്യാൻ പറ്റുക, ഈ ഗോൾഡ് ട്രേഡിംഗ് ഓൺ പാൻകേക്സ് ആപ്പ്. പാൻകേക്സ് ആപ്പിൽ ലിസ്റ്റ് ആവും എന്ന് 10/9/2022 സെപ്റ്റംബർ 10-ാം തീയതി എന്ത് ചെയ്യും, അത് ലിസ്റ്റ് ആവും. അതിനുശേഷം ലിക്വിഡിറ്റി ഈ ഗോൾഡിനും ആഡ് ചെയ്യും. പിന്നെ അങ്ങനത്തെ കുറേ ഒരു മൈനിങ് മെറ്റാവേഴ്സ് V2 വരുന്നുണ്ട്. അങ്ങനെ ഒരുപാട്. പിന്നെ അതിനുശേഷം ഈ ഗോൾഡ് മൊബൈൽ ആപ്പ്. ഓക്കെ, 15/10 മീൻസ് ഒക്ടോബർ 15-ാം തീയതി എന്ത് ചെയ്യുന്നുണ്ട്, ഈ ഗോൾഡിൻ്റെ മൊബൈൽ ആപ്ലിക്കേഷൻ തന്നെ എന്ത് ചെയ്യുന്നുണ്ട്, അവർ എന്ത് ചെയ്യുന്നുണ്ട്, ലോഞ്ച് ചെയ്യിപ്പിക്കുന്നു. അപ്പോൾ ഇങ്ങനത്തെ കുറച്ച് കാര്യങ്ങളാണ് ഇവിടെ പറയുന്നത്. റോഡ് മാപ്പ്, പ്രൊജക്റ്റ് റോഡ് മാപ്പ്, ഇങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ. ഓക്കെ, ഇനി എങ്ങനെയാണ് എൻ്റർ ചെയ്യേണ്ടതിൻ്റെ കാര്യം പറയാം. നിങ്ങൾ ചെയ്യണത്ര മാത്രം നമ്മുടെ
ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് ഉണ്ട്. ഓക്കെ, ആ ലിങ്ക് ജസ്റ്റ് എന്ത് ചെയ്യുക, കോപ്പി പേസ്റ്റ് ചെയ്യാം. ഓക്കെ, കോപ്പി പേസ്റ്റ് ചെയ്തതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യണം, ട്രസ്റ്റ് വാലറ്റിൽ വന്നതിന് ശേഷം ഡി ആപ്സിൽ വന്നതിന് ശേഷം ആ ലിങ്ക് കോപ്പി പേസ്റ്റ് ചെയ്തിട്ട് ഇവിടെ. ഓക്കെ, അപ്പോൾ നിങ്ങൾ നേരെ വരുന്നത് നേരത്തെ കണ്ടില്ല, എൻ്റെ ആപ്പ് എന്ന് പറഞ്ഞിട്ട് അവിടെ എന്ത് ചെയ്യാം, ട്രസ്റ്റ് വാലറ്റ് കണക്ട് ചെയ്യാം. ഓക്കെ, ട്രസ്റ്റ് വാലറ്റ് കണക്ട് ചെയ്തതിന് ശേഷം മുകളിൽ എന്ത് ചെയ്യാം, സ്മാർട്ട് ചെയിൻ എന്ത് ചെയ്യുക, സെലക്ട് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇങ്ങനെ ആയിരിക്കും അതിൻ്റെ ഇൻ്റർഫേസ് ഉണ്ടാവും. ഓക്കെ, ഒരു മിനിറ്റ്. ഇങ്ങനെയായിരിക്കും നിങ്ങൾ കണക്ട് ചെയ്ത് കഴിഞ്ഞതിന് ശേഷമുള്ള ഇൻ്റർഫേസ്. അക്കൗണ്ട് ഓവർവ്യൂ, ബൈ മൈനർ, മാനേജ് മൈനേഴ്സ്, ടേക്ക് മൈനേഴ്സ്, അങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ. ഓക്കെ, ഇനി നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് എന്ത് ചെയ്യണം, ബൈ മൈനറാണ്. ഓക്കെ, അത് നമ്മൾ പർച്ചേസ് ചെയ്യാൻ വേണ്ടത്. അപ്പോൾ ഇതിൽ ഇങ്ങനെ കാണിക്കുക, G1 എന്ന് നേരത്തെ പറഞ്ഞില്ലേ, G1 G2 അങ്ങനെ 4 മൈനേഴ്സ് ഉണ്ടല്ല. അതിൽ G1 നമ്മൾ പർച്ചേസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഏകദേശം 20 ബസ്ഡി വേണം. ഓക്കെ, ഇത് സ്മാർട്ട് ചെയിൻ്റെ അണ്ടറിലായതുകൊണ്ട് തന്നെ അതിൻ്റെ ബസ്ഡിയാണ്. അപ്പോൾ നമ്മുടെ ബിനാൻസ് ബഗ് USDT അല്ലേ, ബിനാൻസ് ബഗ് അല്ലേ, അതാണ് നമ്മളിവിടെ എന്ത് ചെയ്യേണ്ടത്, വാങ്ങേണ്ടതുള്ളത്. ഓക്കെ, ട്രസ്റ്റ് വാലറ്റിലോട്ട് നമ്മൾ ആഡ് ചെയ്യേണ്ടത് എന്താ വെച്ചാൽ ബസ്ഡിയാണ്. ഓക്കെ, ഇതാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, ആഡ് ചെയ്യേണ്ടത് ബസ്ഡി ടോക്കൺ. ഓക്കെ, ഇതാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, ഇതിലേക്ക് ആഡ് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പോൾ പറഞ്ഞു വരുന്നത് അതൊരു $20 വേണം. ഓക്കെ, അപ്പോൾ നമ്മൾ ആദ്യം അപ്രൂവ് BUSD കൊടുക്കുന്ന സമയത്ത് നമ്മുടെ കയ്യിൽ എന്ത് ചെയ്യണം, സ്മാർട്ട് ചെയിൻ വേണം. സ്മാർട്ട് ചെയിൻ ചെറിയ ചെറിയ ഫീ ഒക്കെ ഇതിൽ വരുന്നുണ്ട്. $6, $10, $60, $40 എന്ന് പറഞ്ഞാൽ ചെറിയ ചെറിയ ഫീ വരുന്നത്. അപ്പോൾ ഒരു $200-300 രൂപയോളം എന്ത് ചെയ്യണം, സ്മാർട്ട് ചെയിൻ വേണം. പിന്നെ പുറമെ നമ്മൾ ഒരു 20 ബസ്ഡി ഇതിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യണം. അപ്പോൾ അതിൽ അവർ പറയുന്നുണ്ടാവും, ഹാഷ് പവർ നേരത്തെ 20 മെറ്റാ ഹാഷ് പവറാണ് നമുക്ക് കിട്ടുന്നുണ്ടാവുക. ഓക്കെ, അപ്പോൾ ഇങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ വരും. പിന്നെ G2 ആണെന്നുണ്ടെങ്കിൽ G2 എങ്ങനെ നമുക്ക് വേണ്ടത് 98, ഏകദേശം 100 BUSD ആണ് വേണ്ടത്. അപ്പോൾ കിട്ടുന്നത് 100 മെറ്റാ ഹാഷ് പവറാണ്. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ. അപ്പോൾ ഇങ്ങനെ G3 ഓരോ ഇതായിട്ട് പോകും. ഓക്കെ, അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് അതിൻ്റെ സിസ്റ്റം. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം, ഇത് ക്ലൈം ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് മീൻസ് അതിൽ മൈൻ ചെയ്യാൻ പറ്റും. ഓക്കെ, ഇനി ഒരു സംഭവം ഞാൻ സിമ്പിളായിട്ട് കാണിച്ചു തരാം. ഓക്കെ, ഒരു മിനിറ്റ്. അപ്പോൾ ഇങ്ങനെ ഉണ്ടാവും. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, ബൈ മൈനർ കൊടുത്തതിന് ശേഷം ഞാൻ ചെയ്തത് ഒരു 20 ബസ്റ്റിയുടെ സാധനം വാങ്ങി. ഓക്കെ, അപ്പോൾ ഇവിടെ ഉണ്ടാവും മൈനേഴ്സ് ഓണഡ്. ഓക്കെ, 1. ഓക്കെ, നമുക്കത് ഒരു 25 ഒരു ഇതിൽ ചെയ്യാൻ പറ്റും. അപ്പോൾ ഞാൻ ഫസ്റ്റത്തെ മൈനർ ഇതിൽ അച്ചീവ് ചെയ്തു എന്നാണ് പറയുന്നത്. ഓക്കെ, ഞാൻ വെച്ച് ബാക്ക് അടിച്ചു. ഇനി നമ്മളിതിൽ ഏറ്റവും ശ്രദ്ധിക്കേണ്ട ഏറ്റവും അടിപൊളി പ്രോഗ്രാം എന്താ വെച്ചാൽ, ഇനി കുറച്ച് കാര്യങ്ങൾ കാണിച്ചു തരാം. അക്കൗണ്ട് റിവ്യൂ എങ്ങനെയാണ് നമ്മളെ മെറ്റാ ഹാഷ് പവർ 20 US ബസ്റ്റി ആയതുകൊണ്ട് 20 മെറ്റാ ഹാഷ് പവറാണ് അവിടെ ഉണ്ടാവും. ഇൻവിറ്റേഷൻ ഓവർവ്യൂ ഉണ്ടാവും, മൈനിങ് ഓവർവ്യൂ, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഇതിൽ കാണിക്കും. ഓക്കെ, നമ്മൾ ഡയറക്റ്റ് സെല്ലും ഇൻഡയറക്റ്റ് സെല്ലും, മീൻസ് ഡയറക്റ്റായിട്ട് ഒരാൾ റെഫർ ചെയ്യുക, ഇൻഡയറക്റ്റ് ആയിട്ട് ഒരാൾ റെഫർ ചെയ്യുക, എല്ലാ കാര്യങ്ങളും ഇതിൽ ഓവർവ്യൂ ആയിട്ട് കിട്ടും. ഓക്കെ, അടുത്ത മൈനിങ് ഓവർവ്യൂ ഒക്കെ നമുക്ക് ഇതിൽ അറിയാൻ പറ്റും. ഇനി സിമ്പിളായിട്ട് സംഭവം പറയാം. ഓക്കെ, ഇനി നമ്മൾ മാനേജ് മൈനർ, നമ്മൾ എന്ത് ചെയ്യണം, ഇതിൽ മൈനർ ആക്റ്റീവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ എന്താ ചെയ്യേണ്ടത് വെച്ചാൽ, ഫസ്റ്റ് നിങ്ങൾ തുടങ്ങുന്ന സമയത്ത് നിങ്ങൾ ചെയ്യേണ്ടത് സ്റ്റേക്ക് മൈനർ എന്ന് എടുക്കുക. ഓക്കെ, സ്റ്റേക്ക് മൈനർ. ഓക്കെ, സ്റ്റേക്ക് മൈനറിന് ശേഷം എന്ത് ചെയ്യുക, എന്താണ് സ്റ്റേക്ക് മൈനറിന് ശേഷം ഓക്കെ, സ്റ്റേക്ക് മൈനർ എന്നിട്ട് ഇവിടെ എന്ത് ചെയ്യണം, താഴത്ത് നിങ്ങൾ എന്തെങ്കിലും സെലക്ട് മൈനർ സ്റ്റേക്ക് എന്നുള്ള അവിടെ സ്റ്റേക്ക് ചെയ്യണം. ഓക്കെ, അപ്പോൾ നിങ്ങൾക്കൊരു ഓപ്ഷൻ വരും, ഞാൻ അത് ചെയ്തുകൊണ്ടാണ്. ഓക്കെ, G1 മൈനർ ID ചെയ്യുക, അപ്പോൾ നമുക്ക് കിട്ടും. ഓക്കെ, ഇപ്പം ഞാനിങ്ങനെ ചെയ്തുകൊണ്ട് ഇപ്പോൾ വന്നു, എല്ലാം മൈനേഴ്സും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. ഓക്കെ, ഇതാണ് നമ്മുടെ മൈനിങ്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, Egold നമുക്കിങ്ങനെ ഉണ്ടോ, എൻ്റെ നെറ്റ് ഗോൾഡ് ഇപ്പോൾ Egold എന്ന് പറയുന്നത് 0.0021 Egold. ഓക്കെ, അങ്ങനെയൊക്കെ ഉണ്ടാവും. ഓക്കെ, എന്നിട്ട് അപ്രൂവ് കൊടുക്കുക. അപ്പം എന്ത് ചെയ്യും, സ്മാർട്ട് ചെയിൻ എന്ത് ചെയ്യും, കുറച്ച് ഫീ ആയിട്ട് അവരെടുക്കും. ഓക്കെ, ഇനി ഏറ്റവും അടിപൊളി പ്രോഗ്രാം എന്ന് പറയുന്നത് ഇൻവിറ്റേഷനാണ്. ഓക്കെ, ഇൻവിറ്റേഷനാണ്, ഇൻവൈറ്റ് ചെയ്യേണ്ടതാണ്. അതിലെടുക്കുക ഇൻഫിനിറ്റി പ്ലാൻ ഉണ്ടാവും. ഓക്കെ, ഇൻഫിനിറ്റി പ്ലാൻ എന്നുള്ളതിൽ നമ്മൾ മനസ്സിലാക്കുന്ന കുറച്ച് കാര്യങ്ങളുണ്ട് ഇതിൽ. ഓക്കെ, ഇതിലെങ്ങനെ വെച്ചാൽ നമ്മുടെ അഡ്രസ്സാണ് ഇൻവിറ്റേഷൻ കോഡ് വരിക. ഓക്കെ, ഇതിലൊരാൾക്ക് കയറണമെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് ഒരാളുടെ റെഫർ ലിങ്ക് എന്തായാലും മസ്റ്റാണ്. ഓക്കെ, അല്ലെങ്കിൽ ഇൻവിറ്റേഷൻ കോഡ് അല്ലെങ്കിൽ അഡ്രസ്സ് മസ്റ്റാണ്. അല്ലാതെ അതിലേക്ക് എന്ത് പറ്റില്ല, ഈ പ്രോജക്റ്റിലേക്ക് എൻ്റർ ചെയ്യാൻ പറ്റില്ല. ഓക്കെ,
അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, എന്നിട്ട് ഇവിടെ നമുക്കിപ്പോൾ ഞാൻ ഇപ്പോൾ ഒരാളെയും ഇൻവിറ്റേഷൻ ചെയ്തിട്ടില്ല, അതുകൊണ്ട് 0 യൂസേഴ്സാണ്. അപ്പോൾ ഇൻവൈറ്റ് ചെയ്യുന്നതനുസരിച്ച് എന്ത് ചെയ്യും, അവിടെ നമ്മളെ പ്രൈസ് കൂട്ടും, വാല്യൂ കൂട്ടും. ഓക്കെ, ഇതിൽ മീൻസ് ഒരുപാട് പേർക്ക് ഇതിൻ്റെ പേയ്മെൻറ്റും കാര്യങ്ങളൊക്കെ ഉഷാറായിട്ട് കിട്ടിയിട്ടുണ്ട് ഈ ഗോൾഡ്. അപ്പോൾ നിങ്ങൾ എന്ത് ഈ ഗോൾഡ് ഇതേപോലെ നിങ്ങൾ ഈ മൈൻ ചെയ്തെടുത്തിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, ഹോൾഡ് ചെയ്ത് വെക്കുക. ഓക്കെ, ഇത് നമുക്ക് നല്ലൊരു ഫ്യൂച്ചറിലേക്ക് നല്ലൊരു പ്രൊജക്റ്റാണ് തന്നെയാണിത്. ഓക്കെ, അപ്പോൾ മിക്കവാറും നിങ്ങൾ എന്ത് ചെയ്യുക, മാക്സിമം യൂട്ടിലൈസ് ചെയ്യാം. ഓക്കെ ഓക്കെ അപ്പോൾ ഇതിൽ നമ്മൾ എങ്ങനെ വെച്ചാൽ നമ്മളിപ്പോൾ ഒരാളെ റെഫർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ, ഇപ്പോൾ ഞാൻ $100 G2 ആണ് പ്ലാൻ എടുക്കുന്നുണ്ടെങ്കിൽ, എൻ്റെ റെഫർ വഴി ഒരാൾ കയറി അതേ ഇൻവെസ്റ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ 18% നമ്മൾ ഇൻവെസ്റ്റ് ചെയ്ത് എത്രയാണ് അതിനൊരു 18% BUSD നമുക്ക് ക്രെഡിറ്റ് ആവും. ഓക്കെ, അപ്പോൾ 100%ൻ്റെ 18% എന്ന് പറയുമ്പോൾ എത്രയാണ്, $18 നമുക്ക് എന്ത് ചെയ്യും, ഫസ്റ്റത്തേക്ക് കിട്ടും. പിന്നെ 2, 3, 4, 5 എന്ന് ഇങ്ങനെ രണ്ടാമത്തെ ആൾ മൂന്നാമത്തെ ആളിന് കയറുമ്പോൾ സമയത്തൊക്കെ $2 വെച്ചിട്ട് കയറും. പിന്നെ ഒരു 15 വരെ പോകുമ്പോൾ പിന്നെ $3, അതൊരു വേരിയേഷനിലാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ടീം സെയിൽസ് കൂടും, നമ്മുടെ ഹാഷ് പവർ കൂടും, മൈനിങ് പവർ കൂടും. ഇത്രയും കാര്യങ്ങൾ നമ്മൾ ഇൻവിറ്റേഷനിലൂടെ കൂട്ടുകയാണ് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. അപ്പോൾ മാക്സിമം എല്ലാവരും എന്ത് ചെയ്യുക, നമ്മുടെ വീഡിയോ ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, ബൈ.